ത്തെ ആക്രമണത്തിന്റെ ദൃശ്യമാണ് കാണുന്നത്. ഇഡിയുടെ വാഹനത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യം. അങ്ങേയറ്റത്തെ ആക്രമണമാണ് തിരുവനന്തപുരത്തെ ഇഡി വാഹനത്തിന് നേരെ നടത്തിയിരിക്കുന്ന. വാഹനം തല്ലി തകർക്കുന്നതിന്റെ ദൃശ്യമാണ്. കട്ട ഉപയോഗിച്ച് എറിഞ്ഞും അടിച്ചും കൈകൊണ്ടിടിച്ചും ഒക്കെ തന്നെ ഒരു വാഹനം തകർക്കുന്നു. പോലീസ് നന്നേ പണിപ്പെടുന്നുണ്ട്. പോലീസിനൊന്നും അവിടെ സാധ്യമാക്കാൻ കഴിഞ്ഞില്ല. പ്രവർത്തകരെ നേരിടാൻ കഴിഞ്ഞില്ല. സുരക്ഷാ വീഴ്ച ഒരർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർക്ക് അവരെ കയ്യേറ്റം ചെയ്യാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്നേ പറയാൻ കഴിയും. വാഹനം അത്രമേൽ തല്ലി തകർത്ത് ആക്രോശത്തോടുകൂടി അങ്ങേയറ്റത്തെ സുരക്ഷാ വീഴ്ച സംഭവിച്ചു തിരുവനന്തപുരത്ത് എന്നുള്ളതാണ്. പോലീസിലെ സഹായം തേടി സംസ്ഥാന DGP-യുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയ ശേഷം സുരക്ഷ ഒരുക്കും എന്നതിന്റെ മുന്നറിയിപ്പ് നൽകി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് പക്ഷേ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കും. തിരുവനന്തപുരത്ത് അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, നേതാക്കൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞിരുന്നത് ഒരു തരത്തിലും ഒരു അക്രമാസക്തമായ അവസ്ഥയിലേക്ക്, സംഘർഷാത്മക സാഹചര്യത്തിലേക്ക് പോകില്ല എന്നായിരുന്നു. ഇപ്പോൾ പക്ഷേ ദൃശ്യങ്ങൾ കാണുന്നത് അങ്ങേയറ്റം ആശ്ചര്യമുള്ള സംഭവമാണ്. എന്തായിരുന്നു സംഭവിച്ചത് അവിടെ? അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. വിവരങ്ങൾ. വലിയ സംഘർഷമാണ് ആ സമയത്ത് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങി മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലിയ സമ്മർദ്ദം ഈ പോലീസിന്റെ മുകളിലേക്ക് വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. മെയിൻ ഗേറ്റ് തുറന്ന് പ്രവർത്തകർ അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല അകത്തേക്ക് കുപ്പി അതുപോലെ തന്നെ ചെരുപ്പുകളൊക്കെ വലിച്ചെറിഞ്ഞു. കൂക്കിവിളിയായിരുന്നു. ആ ബഹളത്തിനിടയിലേക്കാണ് ED ഉദ്യോഗസ്ഥർ 2 വാഹനങ്ങളിലായി പുറത്തേക്ക് വന്നത്. പക്ഷേ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസിന് ഈ പ്രവർത്തകരെ വകഞ്ഞു മാറ്റി ഒരു വഴിയൊരുക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായില്ല. ആ പോലീസിനും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഈ പ്രവർത്തകർ കണ്ണൂരിലും കോഴിക്കോടും കണ്ടത് സമാനമായ സാഹചര്യമായിരുന്നല്ലോ. പക്ഷേ അവിടെയൊക്കെ തന്നെ സുരക്ഷ ഒരുക്കി ക്ലിയർ ചെയ്ത് ഉദ്യോഗസ്ഥ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു മുന്നൊരുക്കത്തിൽ പാളിച്ച സംഭവിച്ച പോലീസിന്. തീർച്ചയായിട്ടും കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച സുരക്ഷ ഒരുക്കുന്നതിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ആഭ്യന്തര വകുപ്പിന് അതിൽ വലിയ പാളിച്ച പറ്റിയെന്ന് വിശദീകരിക്കേണ്ടി വരും. കാരണം ഇത്രയും വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. വലിയ തോതിലുള്ള വൈകാരിക പ്രകടനങ്ങൾ CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് മണിക്കൂറുകൾക്ക് മുൻപേ ഉണ്ടായിരുന്നു. എന്നാൽ വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കും എന്ന് പോലീസ് പറഞ്ഞതല്ലാതെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് വേണ്ട രീതിയിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല. ഈ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ഇവിടേക്കുള്ള വഴിയിൽ മുഴുവൻ CPM പ്രവർത്തകരായിരുന്നു. അവർ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രകോപിതരായി ഈ വീട്ടിലേക്ക് കുപ്പിയൊക്കെ എറിഞ്ഞിരുന്നു. അപ്പോഴും നാമമാത്രമായ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഈ ക്രൗഡിനെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് വിനിയോഗിച്ചത്. അപ്പോൾ കേരള പോലീസ് പൂർണ്ണമായും ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടേണ്ട എന്ന രീതിയിൽ മാറി നിൽക്കുകയായിരുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടായി. അപ്പോൾ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ വാഹനത്തിലുണ്ടായിരുന്നത് വനിതകളടക്കമുള്ള ED ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോൾ ആ ED ഉദ്യോഗസ്ഥരുടെ ജീവൻ തന്നെ വെച്ചുകൊണ്ടാണ് ഈ പോലീസ് ഇവിടെ കളിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആ ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ പുറത്ത് ക്രൗഡ് വൈകാരികമായി നിൽക്കുമ്പോൾ ആ ക്രൗഡിനുള്ളിലേക്ക് ആ സമയത്ത് വാഹനങ്ങൾ ഇറക്കി വിടാൻ അനുമതി നൽകിയത് തന്നെ വലിയ സുരക്ഷാ വീഴ്ചയാണ്. അപ്പോൾ അവരെ നേരെ ആ ക്രൗഡിനുള്ളിലേക്ക് ഇറക്കി വിടുകയും അവർക്ക് പോകാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ആ വാഹനങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് രാഷ്ട്രീയമായിട്ട് അങ്ങനെ പോകില്ല എന്ന് ഉറപ്പ് ലഭിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അവിടെ ഒരു ഇടപെടൽ നടത്താൻ മുതിർന്ന നേതാക്കൾ എല്ലാവരും നിരന്നായിരുന്നുവല്ലോ. അവർക്കൊന്നും ഒന്നും സാധിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അത് പ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് തുടക്കം മുതൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. അവർ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.
ഏതായാലും CPM പ്രവർത്തകരെല്ലാം CPM നേതാക്കളെല്ലാം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. പ്രവർത്തകർ കുറച്ചുപേർ മടങ്ങിപ്പോയിരിക്കുന്നു. ഏതായാലും വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി. പ്രവർത്തകർ പ്രകോപിതരായപ്പോൾ അത് നേരിടാനുള്ള ഒരു സജ്ജീകരണം ഇവിടെ ഒരുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാമായിരുന്നു ഇവിടെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത്. ഒരു പക്ഷേ കുറച്ചുകൂടി അധിക കാര്യങ്ങൾ വഷളാകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ ഉണ്ടായിരുന്ന പോലീസുകാർ ലാത്തി ചാർജ് ചെയ്തും ലാത്തി വീശിയുമൊക്കെ കുറേ പ്രവർത്തകരെ മാറ്റി ആണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. അപ്പോഴേക്കും ആ വാഹനങ്ങൾ അടിച്ച് തകർക്കുന്ന നിലയിലേക്ക് വന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ED ഉദ്യോഗസ്ഥർ പോലീസിൽ ഔദ്യോഗികമായി തന്നെ പരാതി നൽകും എന്നുള്ളതാണ്. 2 വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ആ ഉദ്യോഗസ്ഥർ കുറച്ചധികം സമയം 10 മിനിറ്റിലധികം ഈ ക്രൗഡിനിടയിൽ പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരെ സുരക്ഷിതമായി പുറത്തേക്ക് ഇറക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. ഈ പ്രതിഷേധക്കാരെ ഈ വീടിന് മുന്നിൽ നിന്ന് നീക്കം ചെയ്യുന്നതിൽ പോലീസിന് അപ്പോൾ ഇത് കേന്ദ്ര ഏജൻസിയും CPM-ഉം തമ്മിലുള്ള വിഷയമായിക്കോട്ടെ എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മാറി നിന്നോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്. അതുണ്ടാക്കാൻ പോകുന്ന ക്രമസമാധാന പ്രശ്നം. എനിക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് ഇതാണ് പിണറായി വിജയൻ്റെ വീട്. ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനോട് ചേർന്നതായി കാണുന്നത് ഒരു ആശുപത്രിയാണ്, ഒരു സ്വകാര്യ ആശുപത്രിയാണ്. അപ്പോൾ ഒരു ആശുപത്രി നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് രോഗികൾ വരുന്ന ആശുപത്രിയാണ്. അപ്പോൾ അവിടെ ഇത്രയും വലിയൊരു സംഘർഷം ഉണ്ടായിട്ട് അവിടെ നിന്ന് മുൻകൂട്ടി പ്രവർത്തകരെ മാറ്റാനോ അതിനു മുൻപ് വലിയ തോതിൽ പോലീസിനെ സജ്ജീകരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഏതായാലും വലിയ കുഴപ്പങ്ങളില്ലാതെ 2 വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ട് തകർത്തത് ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിച്ചു. അതൊരു ഭാഗ്യം.